സുകന്യെ ഒരു ചെരുപ്പ് അവിടെയും ഒരു ചെരുപ്പിൻ്റെ ബടിയാണ് കേട്ടോ കിടക്കുന്നത്. നമ്മുടെ ഈ ഫ്രണ്ട് വശല്ലേ, ഈ ഫ്രണ്ടിൻ്റെ ഈ ഈ ഫ്രണ്ട് വശം കട്ടിലയും വാതിലൊക്കെ വെച്ചേക്കണത് അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കേട്ടത്. അതെന്താ പറയുക വെച്ചാൽ അനിയേട്ടൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരും ആദ്യം പെയിൻ്റ് അടിക്കുമ്പോൾ പറയുന്നു എന്താണ് നിങ്ങൾ ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കണെന്നുള്ളത്, ഇവിടെ ഈ ഒരു കളറ്. ഞാനും അനിയേട്ടൻ്റെ അടുത്ത് പറയുന്നു എന്താണ് അനിയേട്ട ഇത് എന്നുള്ളത്. പക്ഷെ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റിയാലേ, കാണാൻ നല്ല രസമല്ലേ? ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു പിന്നെ ഏട്ടൻ ബടി എല്ലാ വീട്ടിലും ബടി ഒരു സ്വർണ്ണ കളറ് അവിടെ ഒരു സ്വർണ്ണ കളറ് സംഭവം വെക്കുമെന്ന്. എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. മണിച്ചിത്രത്താഴൊക്കെ വെക്കില്ലേ ചിലവർ, അതൊക്കെ 10 കൊല്ലം മുന്നേ. ഇത് സിമ്പിൾ പണിയാണ് കേട്ടോ. പക്ഷെ കാണാൻ നമ്മുടെ കുഞ്ഞു ഇങ്ങനെ ആക്കിയതും കൊണ്ടില്ലേ, ഇത് എന്തൊക്കെ മരം വെച്ചിട്ടാ കുഞ്ഞുവിൻ്റെ പോളിഷിലാണ് ഈ ഒരു എന്താ വാതിലിൻ്റെ ഭംഗി കിടക്കണത് അല്ലേട്ടാ. പെയിൻ്റ് അടിക്കണ കുഞ്ഞു അവൻ്റെ പോളിഷാണ് കേട്ടോ സംഭവം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ മുരിങ്ങക്കൊമ്പ് അവിടെ നിന്ന് വെട്ടിക്കൊണ്ടുവന്നില്ലേ, അപ്പോൾ ഞാൻ ആ മുരിങ്ങക്കൊമ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതെന്തായാലും ഐശ്വര്യമായിട്ട് കുഴിച്ചെടുത്തേ. നമുക്കിവിടെ ആരാ ഇവിടെ? ആ ടി വി ഇടാൻ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി സ്വയം ടി വി ഇടും കേട്ടോ. അവനൊരു മടിയില്ല. നിങ്ങൾക്കിത് കണ്ടോ? ഇത് ഞാൻ കാണിച്ചു തരണം. നമ്മുടെ കറ്റാർവാഴയുടെയൊക്കെ രൂപം മാറിയിട്ട് അന്ന് കൊണ്ടുവരുമ്പോൾ എന്ത് കളറായിരുന്നു, ഇപ്പോൾ അതാ കണ്ടില്ലേ, ഇതിൽ കളറൊക്കെ മാറി ജീവൻ വന്നൂലേ. പുഷ്ടിപ്പ് വന്നു. അതിനെ അതിനൊരു പുഷ്ടിപ്പ് വന്നു. എവിടെയാണ് ഏട്ടാ കുഴിച്ചിടേണ്ടത്? ഇവിടെ അല്ലേ വെയിലുണ്ടാവും, ഇവിടെ കുഴിച്ചിട്ടേ പറ്റുമോ? എന്ത് പറ്റുമോ? പൂച്ചെടികൾ വെക്കണ്ടേ നമുക്ക്? വെക്കണോ? പിന്നെ പൂച്ചെടി വെക്കണേ. അതാ ഒരു തക്കാളി ചെടി ഉണ്ടായിട്ടുണ്ട് അവിടെ. ഞാൻ കൈക്കോട്ടെ. പൊന്നു ബായോ വായോ. ഇന്ന് പിന്നെ നമുക്ക് ചോറ് വെക്കണ്ട കേട്ടോ. ചോറുണ്ട് നമുക്ക്. വൈകുന്നേരം ആകുമ്പോൾ ചോറ് വെക്കണ്ട. കൂട്ടാനാണ് പറഞ്ഞു വെച്ചാൽ മുരിഞ്ഞെന്നറിയണം. മോരിക്കൂട്ടാൻ വെച്ചതുണ്ട്. ഇനി മുരിഞ്ഞുണ്ട് ഇരിക്കണോ, അത് കുറച്ചെടുത്ത് വറക്കണക്ക് വൈകുന്നേരം ആകുമ്പോൾ. ഇന്ന് ക്ലാസ് പോയില്ലേ? ഇവിടെ വെക്കട്ടെ, ഇവിടെ വെക്കട്ടെ പറയുന്നത് എന്താണെന്നറിയാം. ഇവിടെ വല്ലാണ്ട് കുഴിക്കണ്ട. കാരണം നമ്മുടെ ഫങ്ഷന് അടുപ്പ് കൂട്ടിയതാണ് ഇവിടെ. താഴെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ മുള്ളാത്ത ഉണ്ടായിരുന്നില്ല ഇവിടെ, ആ മുള്ളാത്ത വലിച്ചതിൻ്റെ കുഴിയാണ് കേട്ടോ. ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്ക് മുരിഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നല്ലേ ഉള്ളൂ. ഇനി പോകുമ്പോഴേ ആ പൈപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടി വാങ്ങണ്ട ചേട്ടാ. ആ പൈപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യുന്ന സാധനം വാങ്ങണത് മൊത്തം മാറ്റണം. എങ്ങനെ മാറ്റേണ്ടി വരിക? അതിൽ പിടിക്കാൻ ത്രെഡ് ഇല്ല. അതിൽ ത്രെഡ് വാങ്ങിയാൽ പോരെ? ത്രെഡ് വാങ്ങുക പറഞ്ഞാൽ അതിന് ടാപ്പ് മൊത്തത്തിലാണ് വാങ്ങുക. മൊത്തമായിട്ടാണ് വാങ്ങുക? അതാ അവിടെ ഉമ്മർത്തിരിക്കുന്ന അങ്ങനെ. എന്നാ എന്താണെന്നറിയോ, ഒരു 5-6 തേങ്ങ ഉണ്ടാവുന്നുണ്ട് നമുക്ക്. ഉണ്ടാവട്ടെ കേട്ടോ. പൂളത്തറിയൊക്കെ കൊണ്ടുവന്ന് വെക്കണേ. മരുടും തലേ നോക്കി വെച്ചോ? തലകളായൊക്കെ ഉണ്ടാവില്ല. എന്ത് മരുടും തലേ? നോക്കിയിട്ട് തന്നെ വെച്ചേക്കണേ. മുരിഞ്ഞ ഞാൻ മഞ്ഞൾ കുഴിച്ചിട്ടിട്ടേ എത്ര ഒരു മഞ്ഞളായിരുന്നു എന്നറിയോ. ഇത് കൂടെ മൊത്തം, ഈ സൈഡിൽ കൂടെ മൊത്തം മഞ്ഞളാട്ടോ. അത് അന്ന് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കൽ ഇവിടെ ഇല്ലേ, അപ്പോൾ ആ മഞ്ഞളൊക്കെ ഈ സൈഡിൽ കൂടെ ഇവിടെ നിരപ്പാക്കാൻ വേണ്ടി വെച്ചതാണ്. അതൊക്കെ അത് കൂടെ കൊണ്ടുപോയിട്ടു. ഒരു കസ്തൂരി മഞ്ഞളുണ്ടായിരുന്നു വലിയൊരു തള്ള, അതും കാണാനില്ലാതെ. ഇനി മഴക്കാലം വരുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. മഴക്കാലം വരുമ്പോൾ ഉണ്ടാവട്ടെ. മുരിഞ്ഞൊക്കെ ഉണ്ടാവട്ടെ. എന്താണെന്നറിയോ, ഒരു നേരം കറുവത്തുങ്ക മരം, ഒരു മുരിഞ്ഞത്തെയ്യ്, ഒരു കറിവേപ്പും തെയ്യ്, ഒരു അരിമുളകും തെയ്യൊക്കെ ഒരു വീട്ടിലില്ലേ. എൻ്റെ അച്ഛമ്മ എപ്പോഴും പറയും ചേമ്പ് ഇതൊക്കെ ഉള്ള സ്ഥലത്ത് ഉണ്ടാക്കി വെക്കണം അത്രേ. ഒരു നേരം കൂട്ടാൻ വയ്ക്കാനില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ
അത് ശരിയാട്ടോ, ചേമ്പ് തണ്ട് എടുത്തിട്ട് കൂട്ടാൻ വെക്കില്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ പെണ്ണുങ്ങളല്ലേ ഈ അടുക്കളയത്തെ കാര്യങ്ങൾ നോക്കുക. അപ്പം അങ്ങനെ പറയും. പക്ഷെ ആരാ അതൊക്കെ ചെയ്യുന്നതില്ലേ. അതേപോലെ നമുക്ക് ചാക്കിലേ കാവത്തും ആക്കി വെക്കണം. ഇതിനെ 2 വാഴയുടെ വിത്ത് കൊണ്ടുവന്ന് വെക്കണം പറഞ്ഞ കേട്ടോ. അപ്പം അമ്മ നല്ല വാഴ വിത്ത് കൊണ്ടുവന്ന് വെക്കാന്ന് പറഞ്ഞിട്ടേ, ഇതാണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള വാഴകൾ ആകാശം മുട്ടണ വാഴകളാണ്. അപ്പം അത് വെക്കണ്ടാന്ന്. അത്രയ്ക്ക് ഉയരം വേണ്ട. അത്രയ്ക്ക് ഉയരം വേണ്ട. നേന്ത്രവാഴയുടെ 2 തെയ്യം കൊണ്ടെന്ന് വെക്കാന്ന് പറഞ്ഞു. അതിനിപ്പോൾ കുംഭമാസമൊക്കെ ആയി കഴിഞ്ഞിട്ട്, കുംഭമാസം ആയല്ലോ, നല്ലൊരു 2 മഴ പെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ കൊണ്ടുവന്ന് വെക്കാമല്ലോ. ഇനി എന്തായാലും അടുത്തുണ്ട് കേട്ടോ. അടുത്തുണ്ട് മഴ നമുക്ക് എന്തായാലും. കാരണം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചാറിപ്പോയി. നല്ല ചൂടുണ്ട്. മഴ പെയ്യ നല്ല ഒഴിച്ചെടുത്ത ചൂടില് നല്ല ഇറങ്ങട്ടെ. ജ്യൂസ് മണ്ണല്ലേ, തെളിച്ചു കൊടുത്ത മതിയോ. ചൂടുണ്ട് പ്രശ്നം. അടിയിൽ ചപ്പ എന്തെങ്കിലും ഉണ്ട് ചിലപ്പോൾ. അടിയിൽ ചപ്പത് ഞാൻ നാളെ രാവിലെ ഇട്ട് കൊടുക്കാം. ആറ്റുനോറ്റൊരു ചെടി ഉണ്ടായിട്ട് ആ ചെടി ഇതിൻ്റെ മുകളിലില്ലേ ഒരു എങ്ങനെ പറയുക ചിരട്ടേ ഒരു ചെറിയൊരു കവറോ കെട്ടിക്കൊടുത്താൽ നല്ല. കവറ് ഞാൻ കെട്ടുന്നില്ല കേട്ടോ, ചിരട്ടിയും വെക്കില്ല. അമ്മ ചെയ്യുന്നതാണ് അതൊക്കെ. എന്താണെന്നറിയോ, അത് മഴക്കാലത്ത് അളിഞ്ഞു പോകാനല്ലേ ചെയ്യാലേ. വേണ്ട, നീ നാളെ രാവിലെ മുതൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഞാൻ കൊടുക്കും, ചിലപ്പോൾ എനിക്ക് മറന്നാലേ. ഏട്ടനല്ലേ. ഒരു ബക്കറ്റും കൂടി ഒഴിച്ച് കൊടുക്കണോ? ഇതുണ്ടാവട്ടെ കേട്ടോ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണേ. നമ്മുടെ അച്ഛൻ്റെ സമ്പാദ്യമാണ് കേട്ടോ ഈ സംഭവം അല്ലേ ഏട്ടാ. അച്ഛൻ നിധി പോലെ എടുത്ത് വെച്ച. നമ്മൾ അവിടുത്തെ മെറ്റലൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി മഴ വരുന്ന സമയത്തേ ഉള്ളൂ അവിടെ വെക്കുക പറഞ്ഞിട്ടേ. അവിടെയൊക്കെ ചാണകം മെഴുകി വൃത്തിയാക്കിയില്ലേ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വെച്ചു. ഇനി ചായ വെക്കണ്ടേ? എന്താ പൊന്നോ, ഉച്ചയ്ക്ക് കിടക്കുമ്പോഴേ റൂമിൽ കിടക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വെക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു സുഗന്ധി ഉണ്ടാവുന്നു. എന്താ ഫുൾ വെള്ളം തുറന്നു വിട്ടൊക്കെയാണേ. അവള് പാടല്ലേ പൊന്നോടാ പറയുമ്പോൾ മിണ്ടറും കൂടിയില്ല കുട്ടി. എത്ര നേരം വെള്ളത്തിൽ കളിച്ചേക്കണാണാവോ. അല്ലെങ്കിലേ വെള്ളമില്ല. ഇപ്പം കനാലിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കനാലിൽ കുറച്ച് വെള്ളം. ഇതാ ഇവിടെ ഉണ്ടാവും കേട്ടോ. നല്ല കാനലാണെന്ന് വെച്ചാലേ ഇത് കായമുരിങ്ങയാണ് കേട്ടോ ഉണ്ടായ കായ. ഞാൻ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴൊരു മുരിങ്ങക്കൊമ്പ് കൊണ്ടുവരണം വിചാരിച്ചിട്ട്. അവിടെ അവരുടെ വീട്ടിലുണ്ടാവണത് നല്ല കായമുരിങ്ങയാണ്, നല്ല മുരിങ്ങ. ഇതിൽ നമുക്ക് കുറച്ച് ചപ്പ് കൊണ്ടുവന്നിട്ട് കൊടുക്കണം കേട്ടോ ഒരു തണുപ്പിന്. ഈ കറ്റാർവാഴയൊക്കെ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്നതാ വെച്ചിട്ടാ? മണ്ണാർക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കറ്റാർവാഴ. എന്തായാലും ചെടിയുടെയൊക്കെ കുറച്ച് പേരില്ലേ മഴക്കാലമായി കഴിഞ്ഞ് വെച്ചാലേ ചെടി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടുകാരികളൊക്കെ ഞാൻ വീഡിയോ കൂടെ ചെടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ചെടി കൊണ്ടുവരാന്ന്. ഇവിടെ ഏട്ടൻ്റെ 2ാമത്തെ അനിയനില്ലേ ഭയങ്കര ഇഷ്ടമാട്ടോ ചെടി വളർത്തുന്നത്. എന്തോ ഒരു ഇഷ്ടമാച്ചിട്ടാ. ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എത്രയോ ഒരു തരം റോസുകളൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ, നിറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമ്മുട്ടിയൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്തില്ലേ ഇവർക്ക് എന്തായിരുന്നു പണിയെന്നറിയോ, ഇത് തല്ലിക്കൊഴിക്കുക, ചെടി ഉണ്ടാവുക. അപ്പം പിന്നെയാണ് നമ്മുടെ വീട്ടിലെ പൂച്ചെടികൾ നിർത്തിയത് അല്ലേ. പിന്നെ മുല്ല മാത്രമായി മക്കൾ വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴും കളർ പൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടേക്കണു, കളർ പൂ വാങ്ങണ്ട പ്രസി, കളർ പൂവ് എന്താ കളർ ചെടികളുടെ അതിൽ മുള്ള് കുട്ടികളുടെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടിക്കളയേണ്ടി വരുന്നു. അപ്പം ഇനി അത് ആലോചിക്കട്ടെ അല്ലേ. വന്നോ വന്നോ പൊന്നാ. മഴക്കാലമായി കഴിഞ്ഞാലേ മഴക്കാലമായി കഴിഞ്ഞാലേ മഴക്കാലമായാലേ ഇവിടെ ഫുള്ളും
പെട്ടെന്ന് കാട് പിടിക്കും ആ കേട്ടോ. അത് ഇവിടെ വെച്ചോ നമുക്ക് കത്തിക്കേനി ഇവിടെ വെച്ചോ. ആ ഇവിടെ വെച്ചോ കേട്ടോ. ആ അതെന്താണ് അത് കല്ലേ. എന്താ ചിലര് ചോദിച്ചിരുന്നു ഇത് നമ്മുടെ സ്ഥലമാണോന്ന്. ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് ഇതെത്ത് വരെ. പക്ഷെ ഇതൊരു കോണാകൃതിയിലല്ലേ ഈ സ്ഥലം കിടക്കണത് അല്ലേട്ടാ. അതും കൊണ്ട് നമ്മളോട് തരം തിരിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ തരം തിരിച്ചതാണ്. ഓ അങ്ങോട്ട് പൊടി വാർന്നുണ്ടോ എൻ്റെ ഒത്തെ ഇങ്ങനെ കൂട്ടിയാ മതി കേട്ടാ. അപ്പൊ വെള്ളം പോരെ, ഇങ്ങനെ കൂട്ടിയാ പോരെ. അങ്ങനെ കൂട്ടിയാൽ മതി. എന്തോ പാപ്പായ പാപ്പായ തരാം കേട്ടോ. പാപ്പായ വേണോ കുട്ടിക്ക്? പാപ്പായ വേണോ? ആ ശരി. എന്താട്ടാ നിന്നെ അവര് പിടിച്ചും കൊണ്ട് പൂട്ടാ. ഗുണ്ടായിസം കാണിക്കാൻ പോകുന്നു നീ. ഇങ്ങനെ ചപ്പിട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഗുണം, നമ്മുടെ ചെടികൾക്കൊരു തണുപ്പ് കിട്ടും കേട്ടോ. ഇവിടെ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു കണ്ട. ഇവിടെ ഇനി മണ്ണൊതുക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ അല്ലേ തിരുമ്പണ കല്ല്. ഇതാ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ തിരുമ്പണ കല്ല് വെക്കാൻ പറഞ്ഞിട്ടാണ്. തിരുമ്പണ കല്ല് വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉള്ളൂ. ഇപ്പോഴില്ല, കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും വേണ്ടി വരുമല്ലോ അല്ലേ. അയ്യോ ട്രൗസറിൽ മണ്ണാക്കണ്ട, ഇങ്ങോട്ട് വാ, എണീറ്റ് വാടാ. നമുക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്താൻ ഇപ്പൊ ചളിയില്ലേ ഇപ്പൊ അതില്. എല്ലാവരും ചോദിച്ചിരുന്നേ ഇത് കണ്ടപ്പോഴേ, ഇത് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്താൻ പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഈ ഭാഗത്തേക്ക് മണ്ണ് ഇടിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മുടെ റോഡും പൊളിഞ്ഞു വരില്ലേ. റോഡ് പൊളിഞ്ഞു വരിക മാത്രമല്ല നമുക്ക് ആകെയുള്ള ഒരു മുതൽ തെങ്ങാണ് കേട്ടോ. ആ തെങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് ഒരു 10 തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ആകെ മരം എന്ന് പറയാൻ നമുക്ക് ഈ തൊടിയിൽ ആകെ ഒരു തെങ്ങ്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഒരു തെങ്ങ് തൈ വെക്കണം കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ട്. ഇവിടെ വെക്കാൻ പറ്റില്ല അല്ലേട്ടാ, ഇവിടെ പറ്റില്ലല്ലോ. വീട്ടിന്റെ നേരെ മുന്നിലായില്ലേ ആ ഭാഗത്ത് അവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വെക്കണം. അപ്പോൾ ചായ വെക്കാൻ വരും. അപ്പം ഇത് ഉണ്ടാവട്ടെ. മുരിഞ്ഞയുടെ എങ്ങനെ പറയുക, എല്ലാ കൊമ്പും കായും ഒക്കെ ഉണ്ടാവട്ടെ അല്ലേ, ഐശ്വര്യമായിട്ട്. തുടക്കല്ലേ പറഞ്ഞില്ലേ. ഈ ഒരു ഹെയർ ഓയിലില്ലേ, അയ്യോ പോയി. ഈ ഒരു ഹെയർ ഓയിലില്ലേ, ഇത് ഏട്ടൻ കല്യാണത്തിൻ്റെ മുമ്പേ തേച്ചിരുന്നതാണ് കേട്ടോ. ഇന്നലെ കടയിൽ പോയപ്പോൾ ഇത് കണ്ട്, പിന്നെ ഇത് കുറേ ആയിട്ട് ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഈ സാധനം കണ്ടു കേട്ടോ. കുളി കഴിഞ്ഞിട്ടാണ് ഇത് തേക്കുക. ഇത് നല്ലൊരു മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ല മണത്തിൽ നിൽക്കുന്നോളും. ഇതെന്താണ് താരം പോവോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നാച്ചുറൽ ആണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ. ഇതിൻ്റെ ഒരു പേസ്റ്റും ഇല്ലേ, പേസ്റ്റ് ഒന്നുമില്ല ഇങ്ങനത്തെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് അവിടേക്ക് ഇങ്ങനെ കണ്ടോ കറുത്ത പാടുകൾ വരുന്നു. ഈ PCOD ഉള്ളതും കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുഖം ക്ലിയർ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖം കാണുമ്പില്ലേ നമുക്ക് തന്നെ ശ്രദ്ധിക്കാൻ വരും. മുഖത്ത് നിറച്ച് കുരു വന്നിട്ട് അല്ലേ. ഞങ്ങൾ സ്കിൻ ഡോക്ടറെ പോയി കണ്ടതാണ്. ഇത് കൂടെയൊക്കെ സ്കിൻ ഡോക്ടറെ കണ്ടതാണ് കേട്ടോ. പക്ഷേ ഡോക്ടറെ കണ്ടിട്ട് അത്ര വലിയ ആ ഡോക്ടറെ കണ്ടിട്ട് അത്ര ശരിയായില്ല. ഇനി ഒന്നും കൂടി പോയി നോക്കി നോക്കണം. അപ്പോൾ ഞാനില്ലേ നമ്മുടെ അതൊക്കെ കണ്ടോ നമ്മൾ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സാരികളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അയ്യോ ഇതെങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇത് ഷെയ്പ്പാക്കാൻ കൊടുക്കണം. ജീൻസൊക്കെ ഉള്ള ജീൻസ് ഇത് സുകന്യക്ക് എടുത്തോളാൻ പറഞ്ഞതാ. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഒരു മഞ്ഞുണ്ടല്ലോ, അപ്പം അത് വേണ്ട പറഞ്ഞു. പിന്നെ ഇതാട്ടാ, ഇതെങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ഇറക്കം കൂടുതലാണ്. ഇത് ഇറക്കം വെട്ടിയടിക്കണം. കയ്യും കൂടുതലാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ചുരിദാർ? എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാട്ടോ. എങ്ങനെയുണ്ട്? ഇതല്ലേ ഇത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നെയ്റ്റി പോലെ ഉണ്ട് അല്ലേ. ഇതൊന്ന് താഴെ വെട്ടിയടിക്കാൻ വേണ്ടി താഴെ വെട്ടിയടിക്കുക. അതിൻ്റെ ഹൈറ്റിൽ എത്ര വെട്ടിയടിക്കുക, ലൂസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
വെള്ള പെയിൻറ് ഇട്ടാലേ ഇതൊന്ന് കേട്ടോ. അത് നമ്മൾ ഉയരമുള്ളതും കൊണ്ട് അതിനനുസരിച്ച് തന്നൊക്കെയാണ്. കണ്ടോ, പിന്നെ ഇതാവുന്നു. ഉയരമുണ്ട്, പക്ഷേ കളർഫുള്ളാണ്. പക്ഷെ ഇത് എന്താ വെട്ടിയടിക്കണം അല്ലേ രണ്ടും. ഇറക്കം കമ്മിയായിട്ട് ആ ഇറക്കമുണ്ട് വണ്ണവും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, വണ്ണവും കൂടുതലുണ്ട് ഇറക്കവും കൂടുതലുണ്ട്. അപ്പോൾ ഇത് സൈസാക്കാൻ കൊടുക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ? ഇഷ്ടമായിച്ചൊന്ന് പറയുകൊണ്ടു ലേട്ടാ. ഞാനത് അടിക്കാൻ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരണ്ടേ അല്ലേ. പിന്നെ അപ്പോൾ എന്താ ഇത് പാകമാണ് കേട്ടോ. ഇത് പാകമാണ്, പക്ഷേ എന്താ ഇതിൻ്റെ കൈ കുറച്ച് ലൂസാണ്. ഇതൊന്ന് അടിക്കാൻ കൊടുക്കണം. നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ഫസ്റ്റിനെ ചോദിക്കട്ടെ. നിങ്ങളുടെ മുഖത്തൊക്കെ ഇങ്ങനെ മുഖത്ത് ഈ കറുത്ത പാടുകൾ വരുമ്പല്ലേ നിങ്ങളെന്താ ചെയ്യുക? നമ്മൾ സൺക്രീമൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അതൊക്കെ ഉപയോഗിക്കണം എന്നും അറിയില്ല ഏട്ടാ. എന്നാൽ ഏട്ടൻ്റെ മുഖത്തില്ല, എൻ്റെ മുഖത്തുണ്ട്. ഏട്ടൻ പിന്നെ ചുള്ളരായിട്ട് വരികയാണ്. ഡോക്ടറെ പോയിട്ട് കാണാം എന്തെൻ്റെ മുഖത്ത് വരെ അന്വേഷിക്കണം. അങ്ങനെ ശരിയല്ല. ആ അത് ശരിയാ. എന്താ അവിടെ കാട്ടണ് വികൃതി? എന്താ അവിടെ കാട്ടണ്? ചുരിദാറുകൾ, ടോപ്പുകൾ അല്ലേ. എനിക്ക് ഓൺലൈനിലില്ലേ ഞാൻ എടുക്കുന്നതൊക്കെ എന്താ ഇപ്പോൾ നാളെടുത്തത് XXL എടുത്തത് ഇറക്കം കമ്മിയായിട്ട് ഞാൻ അച്ചുവിന് കൊടുത്തുവിട്ടത്. അച്ചുവിന് കൊടുത്തപ്പോൾ അമ്മൂന് അതേപോലത്തെ അത് വേണോ പറഞ്ഞിട്ട് മധുരം കുറച്ച് മതിയില്ലേ. പാൽപ്പൊടി ഇട്ടാൽ പറയും. എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ. എത്ര അയ്യോ തലവേദന എന്ന് പറഞ്ഞില്ല, ചില്ലർ തലവേദനയില്ല. തലയൊക്കെ ഇങ്ങനെ ചൂന്ന് നിന്നിട്ട് ഇന്ന് വൈകുന്നേരത്തെ ഉള്ളൂ ആശുപത്രി പോവുക. കുറേ ദിവസമായി ഏട്ടൻ പറയണു ആശുപത്രി പോവുക. ഈ ജലദോഷം വരുന്നേ ഇല്ല, ഈ അലർജിയുടെ പ്രശ്നവും വരുന്നുണ്ട്. ജലദോഷം മൂക്കൊലിപ്പ് അങ്ങനെ വല്ലാണ്ട് വരാറില്ല. അപ്പം ഞാൻ എന്താ പറ്റിയെന്ന് പറയുമ്പോൾ മൂക്കൊലിപ്പ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നു. കുട്ടികൾ വന്നിട്ട് അവർക്ക് വെക്കാൻ വിചാരിച്ചിട്ടോ. അവർക്ക് പാൽപ്പൊടി അത്ര വലിയ പിടുത്തല്ല. ഈ പാലൊഴിച്ചിട്ട് തന്നെ വെച്ചിട്ടേ പാൽപ്പൊടിയും കൊണ്ട് കുടിക്കുമ്പോൾ കുട്ടികൾക്ക് അത്ര പിടുത്തം തോന്നുന്നില്ല. അവർ വേണ്ട അമ്മ പറയും, പാൽ ചായ മതിയെന്ന്. ആ പിടിച്ചിട്ട് പോട്ടെ പൊന്നൂനെ, പോട്ടെ ഇനി വീഴാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. സുകന്യേ ആ ഓർമ്മ കടന്നോ കുറച്ചു നേരം. ഈ സമയത്ത് ഈ വെയിലത്ത് കടന്നല്ലേ എന്തത് ഭീകരി കാണിക്കുന്നത് നേട്ടാ. ഓ എന്താ അത് മതിയോ? എന്താ അത്? ആ അത് കളയണ്ട മുറിയൊക്കെ. ആരാത്? ഏത് പെണ്ണാ അത് വരുന്നത്? അച്ചുക്കോതെ ചായ പിടിച്ചിട്ട് തുടങ്ങിക്കോ. എന്താ വേണ്ട പാപ്പായി? നിന്റെ കുട്ടിച്ച് പാപ്പായ്ക്ക് തരാണ്ട് പിന്നെ ആർക്കുള്ള അത് പൊന്നില്ല തന്നെയാണ്. അത് ചോട്ടണ്ട കാല് കേടുവരും. കുട്ടിക്കുള്ള തന്നെയാണ്. ഇതാ കുറച്ചുകൂടെ കൊടുക്ക്. പഴാത്ര വേണ്ടേ? പഴോ അപ്പോൾ ഇത് വേണ്ടേ? ചിപ്സ് വേണ്ടേ? പഴ വേണ്ടേ? നേന്ത്രപ്പഴം വരെ വേണ്ടി വാങ്ങിക്കേട്ടോ. എന്താന്നറിയോ? വഴിയിലിരുന്ന കേട്ടോ. അങ്ങനെ ഇവന് വേണ്ടി പഴം വാങ്ങിയൊക്കെയാണ് ഇവിടെ. കാരണം എന്താണെന്നറിയോ? വന്നിട്ട് വിശക്കണു എന്തേലും വിശക്കണു പറയും. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ചോറ് വേണ്ടിയില്ല അവന്. അങ്ങനെ ഈ പഴം മാത്രമേ പറ്റുള്ളൂ. പാപ്പായി ആണെങ്കിൽ മാത്രമാണ് പറ്റും. അല്ല പാപ്പായി? അല്ല പാപ്പായി?
അല്ല പാപ്പായി. ഇളക്കി മറിച്ചിട്ടല്ലേ പോയത്? അതെ. രാവിലെ കരഞ്ഞു പൊളിച്ച ആള് പൊന്നുണ്ണിയാണോ? എന്റെ കുട്ടി എന്തിനാ കരഞ്ഞ്? എന്റെ കുട്ടി എന്തിനാ കരഞ്ഞ്? ചിപ്സ് തരാം. ചിപ്സ് കഴിച്ചോ? എന്താ ചുട്ടി ഒരു ഷാലിനകത്ത്? ചിപ്സ് തരാം. ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ഇനി ഞാനൊന്നും തന്നില്ല എന്ന് പറയണ്ട അല്ലേ ഏട്ടാ? എന്ന് കഴിച്ചോ? എന്നാ മന്നാ നമ്മുടെ കുട്ടി കഴിച്ചാൽ വയറ് നിറയെ കഴിക്കട്ടെ. എൻ്റെ കുട്ടിയൊക്കെ കഴിച്ചോന്നാ. നമ്മുടെ കുട്ടിക്കുള്ളതാണ്. നല്ല പണിയെടുത്തിട്ടെല്ലാം പോയത്. കുറേ നേരം കരക്കണമെന്ന് രാവിലെ സ്കൂളിൽ കുഞ്ഞാണേ, കുട്ടിയല്ല. വരും. എന്താ പോണ പോക്ക്? ടി വി ആണോ? കുഞ്ഞുണ്ണിയേ, പൊന്നുവാ, ഇവിടെ വാ, ഇവിടെ വായോ. തെണ്ടാ പോ. ആ ഏട്ടാ മയില് നോക്കിയിട്ട് നമ്മുടെ മതിൽ കൂടെ മയില്. ഉണ്ടോ? മയിലിനെന്ത് മതില്? അതാ അത് പോയി. എരിപ്പ് ഓടില്ല. എന്താ ഓടുന്നു പൊന്നു? പൈപ്പിൽ 2 ദിവസം വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൽ ചക്ക ഉണ്ടായിക്കുന്നുണ്ടോ? ഇടിച്ചക്ക ഉണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലൊക്കെ വരിക വെച്ചാൽ നമുക്ക് തരാൻ പറ്റുന്നത് ഇടിച്ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. വേറൊന്നും തരാനില്ല, ഇടിച്ചക്ക മാത്രമേ ഉള്ളൂ. നാളെ ഒരു ചേച്ചി കുരുമുളക് കുറച്ച് തരുമോ ചോദിച്ചിരുന്നു. ഇപ്രാവശ്യത്തെ കുരുമുളക് തീരെ കിട്ടിയില്ല. കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് പറിച്ചില്ല, അതുകൊണ്ട് കുരുമുളക് കിട്ടിയില്ല കേട്ടോ. പോവാ അങ്ങോട്ട് ചായ കുടിക്കുക. ഞാൻ ഏട്ടനൊക്കെ ഇവർക്കൊക്കെ ചായ വെച്ച് കൊടുത്തോട്ടാ. എനിക്ക് പാൽപ്പൊടിയും കൊണ്ട് ചായ കുടിച്ചാൽ ശരിയാവില്ല. എനിക്ക് പാൽ ചായ തന്നെ വേണം. ബാ. എന്താണ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ചാനകി അപ്പം അത്രയും എഴുതിയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പറ. ബാക്കിയുള്ളതോ എന്താ? അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ചെയ്യുമ്പോഴേക്കും ആവും. വണ്ടി കയറിയിട്ട് ബാമു ബാ കുഞ്ഞാ ബായ പോവാ മതി. കണ്ടോ ഈ കണ്ണിമാങ്ങല്ലേ, ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടാട്ടോ. പൊളിച്ചിട്ട് അവൻ എന്താ നീ ഇടിക്കണ്ട. അതെ പൊളിയില്ലേ? പൊളിക്കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തിയാലോ? നിർത്തല്ലേ? എനിക്കൊന്ന് ആശുപത്രി പോകണം. ഞാൻ കുറേ ദിവസമായി വെച്ചുകൊണ്ട് നടക്കണം. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് കേട്ടോ. അമ്മൂന്നെ കളിയൊക്കെയാണ് ചൂട് ചായ വെക്കുന്നതിന്. അപ്പോൾ നമ്മൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ, സി യു.